നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പോസിഷൻ വിത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിപ്പോസിഷൻ വിത്തിന് എന്തൊക്കെ ആശയങ്ങളാണ് സെൻറ്റൻസുകളിൽ കൊടുക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം വിത്തിൻ എന്തൊക്കെ ആശയങ്ങളാണ് കൊടുക്കുന്നത് എന്ന്. ഒന്നാമത്തെ ആശയം എന്തെന്ന് വെച്ചാൽ ഇൻസൈഡ് എന്നാണ്. അതായത് എന്തെങ്കിലും ഒരു വസ്തുവിനകത്ത് ഏതെങ്കിലും ഒരു സാധനം ഇരിക്കുകയാണെങ്കിൽ ആ സാധനം ഇന്ന വസ്തുവിനകത്താണ് ഇരിക്കുന്നത് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്തിൻ ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അതായത് ഇൻസൈഡ് എന്നുള്ള മീനിങ്ങിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. നമുക്ക് നോക്കാം. ദർ ഈസ് സിറിയൽ വിത്തിൻ ദ ബോക്സ്. അതായത് സിറിയൽ എന്ന് വെച്ചാൽ നമ്മൾ ഓട്സ് പോലെ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന ആഹാരമാണ്. അപ്പോൾ അത് ബോക്സിനകത്തുണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ദർ ഈസ് സിറിയൽ വിത്തിൻ ദ ബോക്സ്. സിറിയൽ ബോക്സിനകത്തുണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദർ ഈസ് എ സർപ്രൈസ് ഗിഫ്റ്റ് വിത്തിൻ ദ പാക്കേജ്. പാക്കേജിനകത്ത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദർ ഈസ് എ സ്പെയർ കീ വിത്തിൻ ദ ഡ്രോയർ. ഡ്രോയറിനുള്ളിൽ ഒരു സ്പെയർ കീ ഉണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദർ ഈസ് എ ഡെലിഷ്യസ് ഡെസേർട്ട് വിത്തിൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിനുള്ളിൽ ഒരു ഡെലിഷ്യസ് ആയ ഡെസേർട്ട് ഇരിപ്പുണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഡെസേർട്ട് എന്ന് വെച്ചാൽ മധുര പലഹാരങ്ങൾ, അത് ഇരിപ്പുണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദർ ഈസ് എ ഹിഡൻ ടാലൻറ്റ് വിത്തിൻ ദാറ്റ് മ്യൂസീഷ്യൻ. ആ മ്യൂസീഷ്യനിൽ ഒരു ഹിഡൻ ടാലൻറ്റ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഹിഡൻ ടാലൻറ്റ് എന്ന് വെച്ചാൽ നല്ലൊരു കഴിവ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, എ വെഡ്ഡിങ് ഈസ് ടേക്ക് പ്ലേസ് വിത്തിൻ ദിസ് ചർച്ച്. ഈ ചർച്ചിൽ ഒരു വെഡ്ഡിങ് നടക്കുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതായത് ഒരാൾ ഒരു ചർച്ചിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഓവർ 100 സ്റ്റുഡൻസ് ലീവ് വിത്തിൻ ദിസ് ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൽ 100ഓളം വിദ്യാർത്ഥികൾ താമസമുണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, വിത്തിൻ ഈച്ച് സ്റ്റുഡൻറ്റ് ദർ ഈസ് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ. ഓരോ സ്റ്റുഡൻസിലും നല്ല സാധ്യതകളുണ്ട്, നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതായത് ഒരാളൊരു ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ നോക്കിക്കാണിച്ച് പറയുന്ന ഒരു സെൻറ്റൻസാണ്. വിത്തിൻ ഈച്ച് സ്റ്റുഡൻറ്റ് ദർ ഈസ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ. ഓരോ സ്റ്റുഡൻറ്റിലും നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഇഫ് വി പ്ലാൻ കെയർഫുള്ളി വി ഷുഡ് ഏബിൾ ടു സ്റ്റേ വിത്തിൻ അവർ ബഡ്ജറ്റ്. നമ്മൾ നല്ലതായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് ഏബിൾ ടു സ്റ്റേ വിത്തിൻ അവർ ബഡ്ജറ്റ്. നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാം എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദേ ലീവ് വിത്തിൻ ദ സിറ്റി ലിമിറ്റ്സ്. അവർ സിറ്റിയുടെ പരിധിക്കുള്ളിലാണ് താമസിക്കുന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, വി ആർ നൗ വിത്തിൻ ദ റേഞ്ച് ഓഫ് എനിമി ഫയർ. നമ്മളിപ്പോൾ ശത്രുക്കളുടെ നടുവിലാണ് എന്നുള്ളൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. അപ്പം വിത്തിൻ്റെ ഒന്നാമത്തെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്താണ്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്താണ് എന്നിങ്ങനെയൊക്കെ പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്തിൻ ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ദിസ് ഗാർഡൻ ഈസ് വിത്തിൻ എ മൈൽ ഫ്രം മൈ ഹൗസ്. ഈ ഗാർഡന് എൻ്റെ വീട്ടിൽ നിന്ന് 1 മൈലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. മൈലെന്ന് വെച്ചാൽ US നമ്മളിവിടെ കിലോമീറ്റർ പറയുന്നതിന് പകരം US മൈൽ എന്നാണ് പറയുന്നത്. 1 മൈൽ ഏകദേശം 1.6 കിലോമീറ്റർ വരും. അപ്പോൾ ആ ഗാർഡന് ഒരാളൊരു ഗാർഡനെ നോക്കി പറയുന്നതാണ് ദിസ് ഗാർഡൻ ഈസ് വിത്തിൻ എ മൈൽ ഫ്രം മൈ ഹൗസ്. ഈ ഗാർഡന് എൻ്റെ വീട്ടിൽ നിന്ന് 1 മൈലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദ സ്കൂൾ ഈസ് വിത്തിൻ വാക്കിംഗ് ഡിസ്റ്റൻസ്. സ്കൂള് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദ ഹോട്ടൽ ഈസ് വിത്തിൻ സൈറ്റ് ഓഫ് ദ ഓഷ്യൻ. ഹോട്ടൽ ഓഷ്യൻ്റെ അടുത്താണ്, കടലിൻ്റെ അടുത്താണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അതായത് ഒരാളൊരു ഹോട്ടലിനെ നോക്കി പറയുന്നൊരു സെൻറ്റൻസാണ്. അതായത് ആ ഹോട്ടലിൽ നിന്നാൽ കടൽ കാണാം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ദ ഹോട്ടൽ ഈസ് വിത്തിൻ സൈറ്റ് ഓഫ് ദ ഓഷ്യൻ. അതായത് ഹോട്ടൽ ഓഷ്യൻ്റെ അടുത്താണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ഇനിയും വിത്തിൻ നമ്മൾ ഇന്ന സമയത്തിനുള്ളിൽ എന്ന രീതിയിൽ നമ്മൾ വിത്തിൻ ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. വി ആർ ലീവിങ് വിത്തിൻ ദ അവർ. ഞങ്ങൾ 1 മണിക്കൂറിനകത്ത് ഞങ്ങൾ പുറപ്പെടുന്നതാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അതായത് 1 മണിക്കൂറിനുള്ളിൽ, അതായത് ചിലപ്പോൾ ഒരു 50 മിനിറ്റിനകത്തോ 40 മിനിറ്റിനകത്തോ ഞങ്ങൾ പുറപ്പെടുന്നതാണ്, ഞങ്ങൾ ഇറങ്ങും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, യു ഷുഡ് റിസീവ് യുവർ പാക്കേജ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസത്തിനകം നിങ്ങൾക്ക് നിങ്ങളുടെ പാക്കേജ് ലഭിക്കും എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദിസ് പിസ്സ വിൽ ബി റെഡി ടു ഈറ്റ് വിത്തിൻ ദ നെക്സ്റ്റ് 20 മിനിറ്റ്. 20 മിനിറ്റിനകം നിങ്ങൾക്ക് ഈ പിസ്സ കഴിക്കാവുന്നതാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. പിസ്സ പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഓവനിൽ നിന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ 20 മിനിറ്റിനകത്ത് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദിസ് ഫുഡ് വാസ് പ്രിപ്പയർഡ് വിത്തിൻ ജസ്റ്റ് മിനിറ്റ്. ഈ ഫുഡ് കുറച്ച് മിനിറ്റുകൾ മുമ്പ് പ്രിപ്പയർ ചെയ്തതേ ഉള്ളൂ എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. പാസ്റ്റുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, യു ഷുഡ് റിസീവ് എ റീപ്ലൈ വിത്തിൻ 7 ഡേയ്സ്. 7 ദിവസത്തിനകം നിങ്ങൾക്കൊരു റീപ്ലൈ ലഭിക്കുന്നതാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇങ്ങനെയും വിത്തിൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് ഇന്ന സമയത്തിനുള്ളിൽ എന്നൊരാശയത്തിൽ നമ്മൾ വിത്തിൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ വിത്തിൻ പല രീതിയിൽ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് കാണാം.
നിങ്ങൾ ആ സെൻറ്റൻസുകൾ നോക്കുക, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും മെത്തേഡുകൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് ആവശ്യം വരും ഇത്രയും മെത്തേഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതൊക്കെയായിരിക്കും ബേസിക്കായിട്ട് നമ്മൾ സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.